തമിഴ്നാട്ടിൽ വിജയ്ക്ക് മുന്നിൽ വഴങ്ങാതെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സത്യപ്രതിജ്ഞയ്ക്ക് മുൻപ് കേവല ഭൂരിപക്ഷം തെളിയിക്കാൻ ആവശ്യം 113 MLA-മാരെ വെച്ച് എങ്ങനെ ഭരിക്കുമെന്നാണ് ഗവർണറുടെ ചോദ്യം. 45 മിനിറ്റാണ് ഇന്ന് വിജയും ഗവർണറും ലോക് ഭവനിൽ കൂടിക്കാഴ്ച നടത്തിയത്. അതേസമയം ഗവർണറുടെ നടപടിയിൽ പ്രതിഷേധവും ശക്തമാണ്. VCKയും ഇടത് പാർട്ടികളും മുൻ മുഖ്യമന്ത്രി MK സ്റ്റാലിന്റെ വീട്ടിൽ യോഗം ചേർന്നിട്ടുണ്ട്. TVKയെ പിന്തുണയ്ക്കാനുള്ള നീക്കത്തിൽ സ്റ്റാലിൻ എതിർപ്പ് ഉയർത്തിയേക്കില്ലെന്നാണ് വിവരം. അജയ് സുധാ ബിജു ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. അജയ്, ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയെയോ മുന്നണിയെയോ സർക്കാർ രൂപീകരിക്കാൻ ക്ഷണിക്കേണ്ടതാണ്. പക്ഷേ ഗവർണർ 118 എന്ന സംഖ്യ കണ്ടാൽ മാത്രമേ വിളിക്കൂ എന്ന നിലപാടിലാണല്ലോ. വിജയ്ക്കാകട്ടെ അത്രയും സംഖ്യ ഇപ്പോൾ കാണിക്കുവാനും ഇല്ല. അപ്പോൾ വീണ്ടും അതൊരു തർക്കത്തിലേക്കും അത് ആശങ്കയിലേക്കും നീങ്ങുകയാണോ തമിഴ്നാട്ടിൽ? മഞ്ജുഷ്, സാധാരണഗതിയിൽ ഇലക്ഷന് മുൻപേ ഒരു പ്രീപോൾ അലയൻസ് രൂപപ്പെട്ടിട്ടില്ലെങ്കിൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാണ് ഗവർണർ സർക്കാർ രൂപീകരിക്കാനായി വിളിക്കേണ്ടത്. അല്ലെങ്കിൽ ഇലക്ഷന് ശേഷം എന്തെങ്കിലും തരത്തിലുള്ള ഒരു സഖ്യ രൂപീകരണം ഉണ്ടാകേണ്ടതുണ്ട്. ഇപ്പോൾ നിലവിൽ അത്തരം സഖ്യങ്ങളൊന്നും രൂപീകരിച്ചിട്ടില്ല. ADMKയും DMKയുമായിട്ട് ചില ചർച്ചകൾ നടന്നിരുന്നുവെങ്കിലും ഇരു പക്ഷങ്ങളിലെ നേതാക്കൾ ഇത് നിഷേധിക്കുകയായിരുന്നു. ഇത് വളരെ രഹസ്യമായിട്ടാണ് ഇത്തരം ചർച്ചകൾ നടന്നത് എന്നാണ് ഇപ്പോൾ പല തമിഴ് മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്. ഇത്തരത്തിൽ രണ്ട് പാർട്ടികളും ഒരു ദ്രാവിഡ മുന്നേറ്റം TVKക്കെതിരെ ഉണ്ടാവുകയാണെങ്കിൽ അത് വലിയ തരത്തിലുള്ള ജനരോഷത്തിനിടയാക്കുമെന്നും അത് തുടർന്നുള്ള തെരഞ്ഞെടുപ്പുകളിൽ തിരിച്ചടിയാകാൻ സാധ്യതയുണ്ടെന്നും ഇരുപക്ഷങ്ങളിലെ നേതാക്കൾ ഭയപ്പെടുന്നുണ്ട്. അതിനു മുൻപേ എടപ്പാടി പളനിസ്വാമിയെ മുഖ്യമന്ത്രിയും അതുപോലെ ഉദയനിധി സ്റ്റാലിനെ ഉപമുഖ്യമന്ത്രിയുമാക്കിയുള്ള ഒരു നീക്കമായിരുന്നു ഇരു പാർട്ടികളും ആലോചിച്ചിരുന്നത്. എന്തായാലും ഇപ്പോൾ അത്തരം നീക്കങ്ങളൊന്നും തന്നെയില്ല. DMK പറയുന്നത് ADMK തങ്ങളുടെ ശത്രുക്കളാണ്, അതുകൊണ്ട് അവരുമായി ഒരു തരത്തിലും സഹകരിക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ADMKയുടെ ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറി ഉൾപ്പെടെ ഈ ഒരു വാദത്തെ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇലക്ഷന് ശേഷവും അത്തരം നീക്കങ്ങളൊന്നും തന്നെ അണിയറയിൽ നടക്കുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും 108 സീറ്റുകളോടെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി തെരഞ്ഞെടുക്കപ്പെട്ട TVKയാണ് ഗവർണർ സർക്കാർ ഉണ്ടാക്കാനായി വിളിക്കേണ്ടത്. വിജയ് ഇതിനോടകം തന്നെ 24 മണിക്കൂറിനിടെ 2 തവണ ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇന്നലെ ആദ്യം ലോക് ഭവനിലെത്തി രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറിനെ കണ്ടു. ഇന്ന് വീണ്ടും ലോക് ഭവനിലെത്തി അദ്ദേഹം വിജയ് സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിക്കുകയായിരുന്നു. പക്ഷേ ഗവർണർ ഇന്നലെയുള്ള അതേ വാദങ്ങൾ തന്നെയാണ് ഇന്നും ഉന്നയിക്കുന്നത്. വിജയ് ഇതുവരെ ഗവർണർക്ക് മുന്നിൽ സമർപ്പിച്ചിട്ടുള്ളത് 112 MLA-മാരുടെ പിന്തുണക്കത്ത് മാത്രമാണ്. ഇതിൽ സർക്കാർ രൂപീകരിക്കാൻ വേണ്ടത് 118 MLA-മാരുടെ പിന്തുണയാണ്. അതുകൊണ്ട് വിജയ് ബാക്കിയുള്ള MLA-മാരെ കൂടി കണ്ടെത്തി 112 MLA-മാരുടെ പിന്തുണക്കത്ത് സമർപ്പിക്കണം എന്നതാണ് ഇപ്പോൾ രാജേന്ദ്ര ആർലേക്കർ വിജയോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഈ 113 പേരെ വെച്ച് എങ്ങനെ സർക്കാർ രൂപീകരിക്കുമെന്നും വിജയോട് ഒരു ചോദ്യമായി ചോദിക്കുന്നുണ്ട്. പക്ഷേ അതേസമയം തന്നെ ഗവർണറുടെ ഈ നിലപാടിൽ പ്രതിഷേധവും ശക്തം തന്നെയാണ്. TVK ഭാരവാഹികൾക്ക് പുറമെ പല പ്രതിപക്ഷ പാർട്ടികളും ഇതിൽ TVKക്ക് അനുകൂലമായിട്ടുള്ള നിലപാടെടുത്തിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. മുൻ മുഖ്യമന്ത്രിയും DMK നേതാവുമായിട്ടുള്ള MK സ്റ്റാലിൻ തന്നെ ഇതിന് ഉദാഹരണമാണ്. MK സ്റ്റാലിൻ പറഞ്ഞിട്ടുള്ളത് TVK തൽക്കാലം സർക്കാർ രൂപീകരിച്ചോട്ടെ എന്ന് തന്നെയാണ്. TVK നിലവിൽ സർക്കാർ രൂപീകരിക്കുന്നതിൽ തങ്ങൾ എതിർപ്പ് പ്രകടിപ്പിക്കില്ല. 6 മാസം അവരുടെ ഭരണം തങ്ങൾ നിരീക്ഷിക്കും. അതിനുശേഷം പിന്നീട് തുടർ നടപടികൾ സ്വീകരിക്കും എന്നുമാണ് MK സ്റ്റാലിൻ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ വിജയ്ക്ക് ഇപ്പോൾ പിന്തുണയുമായിട്ട് മക്കൾ നീതിമയ്യത്തിന്റെ പാർട്ടി നേതാവായിട്ടുള്ള കമൽഹാസൻ രംഗത്തെത്തി. സത്യപ്രതിജ്ഞ ഗവർണർ വൈകിക്കുന്നത് അത് ഭരണഘടനയെ അപമാനിക്കുന്നതിന് തുല്യമാണ് എന്നാണ് കമൽഹാസൻ പറഞ്ഞത്. അതുപോലെ ഗവർണർ ജനവിധി അംഗീകരിക്കുന്നില്ല. DMK അധ്യക്ഷനായിട്ടുള്ള MK സ്റ്റാലിന് സമാനമായിട്ടുള്ള നിലപാട് അത് എല്ലാ പാർട്ടികളും സ്വീകരിക്കണമെന്നും കമൽഹാസൻ നിലവിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ കോൺഗ്രസും വളരെ രൂക്ഷമായിട്ടുള്ള പ്രതികരണം തന്നെയാണ് ഗവർണർക്കെതിരെ നടത്തുന്നത്. തമിഴ്നാട്ടിലെ ജനങ്ങളുടെ വിധി അത് കൃത്യവും ശക്തവുമാണ്. അത് ഉടൻ ആ ഒരു തീരുമാനത്തെ ദുർബലപ്പെടുത്താനോ അല്ലെങ്കിൽ നിഷേധിക്കാനോ ഗവർണർ ശ്രമിക്കരുത്. സർക്കാരുകൾ ഉണ്ടാകുന്നത് ലോക് ഭവനിലല്ല നിയമസഭയിലാണെന്നും കോൺഗ്രസ് നിലവിൽ അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ VCK എന്ന് പറയുന്ന പാർട്ടി, VCK അതുപോലെ CPI CPM ഈ 3 പാർട്ടികളുടെ പിന്തുണയാണ് വിജയ് ഇപ്പോൾ
പ്രധാനമായും തേടുന്നത്. ഇപ്പോൾ 112 അംഗങ്ങളുടെ പിന്തുണ TVKയ്ക്കുണ്ട്. അപ്പോൾ ഈ 6 അംഗങ്ങളുടെ പിന്തുണ, അതായത് VCKയുടെ 2 MLA-മാർ, CPM-ന്റെയും CPI-യുടെയും 4 MLA-മാർ കൂടി ചേർത്താൽ 6 പേരാകും. അങ്ങനെയാണെങ്കിൽ TVKയ്ക്ക് കേവല ഭൂരിപക്ഷം തികയ്ക്കാനാകും. ഇവരുടെ പിന്തുണയാണ് നിലവിൽ വിജയ് തേടുന്നത്. ഇവർ ഏതാണ്ട് ഒരു അനുകൂലമായിട്ടുള്ള നിലപാടുകൾ തന്നെയാണ് സ്വീകരിക്കുന്നത്. VCKയുടെ അധ്യക്ഷൻ ഉൾപ്പെടെ തോൾ തിരുമാവളകൻ ഉൾപ്പെടെ ഇപ്പോൾ വിജയ്ക്ക് പിന്തുണ അറിയിക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. വിജയെ തമിഴ്നാട്ടിലുള്ള ജനങ്ങൾ തെരഞ്ഞെടുത്തത് അത് തമിഴ്നാടിൻ്റെ തീരുമാനമാണ്. അത് ഞങ്ങൾ അംഗീകരിക്കുന്നു. അതിനെ എതിർക്കാൻ ഞങ്ങൾ മുതിരില്ല. പാർട്ടിയുടെ വിശദമായിട്ടുള്ള യോഗത്തിന് ശേഷം തീരുമാനം അറിയിക്കുമെന്നാണ് ഇപ്പോൾ VCK അധ്യക്ഷൻ അറിയിച്ചിട്ടുള്ളത്. നാളെയാണ് CPM-ന്റെയും അതുപോലെ CPI-യുടെയും VCK-യുടെയും പ്രത്യേക യോഗം ചേരുന്നത്. അതിനുശേഷമാകും TVK ഇതിനെ സംബന്ധിച്ച് ഒരു തീരുമാനം 3 പാർട്ടികളും ബിജുവാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും തമിഴ്നാട്ടിൽ സസ്പെൻസ് തുടരുകയാണ്. 112 പേരുടെ പിന്തുണയാണ് ഇപ്പോൾ വിജയ്ക്കുള്ളത്. TVKയുടെ 107 അംഗങ്ങളെ കൂടാതെ കോൺഗ്രസിന്റെ 5 അംഗങ്ങളുടെ പിന്തുണ കൂടിയുണ്ട്. അങ്ങനെ 112 തികച്ചിട്ടുണ്ട്. പക്ഷേ കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് 118 അംഗങ്ങളുടെ പിന്തുണയാണ്. 2 അംഗങ്ങൾ CPI, 2 CPM ഉണ്ട്, 2 VCK ഉണ്ട്. പക്ഷേ ഇവരുടെ പിന്തുണ ഔദ്യോഗികമായിട്ട് ഇതുവരെ വിജയുടെ പാർട്ടിക്ക് കിട്ടിയിട്ടില്ല. അത് സാങ്കേതികമായി നോക്കുമ്പോൾ 118 പേരുടെ പിന്തുണയില്ലാത്തതിനാൽ ഗവർണർ ഇതുവരെ സർക്കാർ രൂപീകരിക്കാൻ വിജയിയെ ക്ഷണിച്ചിട്ടില്ല. പക്ഷേ ഇതിനെതിരെയും വിമർശനം ശക്തമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.